തന്നെ കണ്ട അങ്ങനെ എനിക്കിങ്ങനെ ഗൂസ്ബംസ് വരാറില്ല. അല്ല ഇത് അത് എനിക്ക് ഈ പാട്ട് എനിക്ക് ആദ്യമായിട്ട് ഒരു ഇതിന്റെ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കേൾപ്പിച്ചു തന്നപ്പോ തന്നെ അതൊരു ഗൂസ്ബം ഐറ്റം അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ഈ സിനിമയുടെ റിലീസിന് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. അതെനിക്കും പോകുന്ന സമയത്ത് തന്നെ ഭയങ്കര ഫോമോ ഉണ്ടായിരുന്ന കാര്യം, ഇവരുടെ കൂടി എന്നിട്ട് തിയേറ്ററിൽ നിന്നിട്ട് ആസ്വദിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ അതിന് മുമ്പ് നമ്മൾ ഓൾറെഡി കുറെ ദിവസം നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു, നമ്മൾ പ്രൊമോഷൻസ് ഒക്കെ ചെയ്ത് ഹാപ്പി ആയിട്ടാണ്. അത് ഹാപ്പി നോട്ടിൽ പോയ കാരണം കൊണ്ട് ആ ഫോം ഒരു ഇച്ചിരി കുറഞ്ഞു കിട്ടി. പക്ഷെ എന്നാലും ഞാൻ അവിടെ ഉള്ള സമയത്തും ഞാൻ വിളിച്ച് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. റിലീസിന്റെ അന്ന് തന്നെ ഞാൻ ആ സമയത്ത് ഞാനും ഭാര്യയും മക്കളും കൂടിയിട്ട് വിയന്നയിൽ ഒരു തിയേറ്ററിൽ പോയിട്ടാണ് കണ്ടത്. അതും നല്ലൊരു പാക്ഡ് തിയേറ്ററായിരുന്നു, മുഴുവൻ മലയാളികൾ തന്നെയായിരുന്നു അവിടെ. അപ്പോൾ അവിടെയും ഭയങ്കര നല്ല റെസ്പോൺസ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ആ ഒരു ഇവിടെ നിന്ന് കിട്ടാത്ത ആ ഒരു സ്നേഹവും അപ്രിസിയേഷനും അവിടെ നിന്ന് കിട്ടി. അതൊരു വലിയ സന്തോഷം. അതല്ലാതെ കുറെ പേര് മെസ്സേജ് അയച്ചും വിളിച്ചും ഒക്കെ അപ്രിഷിയേറ്റ് ചെയ്തു. ചേട്ടനൊക്കെ പറയണ്ടായിരുന്നു, സാധാരണ പടങ്ങൾ കണ്ടിട്ട് വിളിക്കാത്ത ആൾക്കാരൊക്കെ ഈ പടം കണ്ടിട്ട് വിളിച്ചിട്ട് ഞാൻ നന്നായിട്ടുണ്ടെന്നൊക്കെ ചേട്ടനോട് പറഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ അത് സിനിമ ഇത് ഇത്തിരി റിസ്കി പരിപാടിയാണ് എന്നുള്ളത് നമ്മൾ ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നതിന് മുമ്പേ അറിയാം. ഇവരത് പറഞ്ഞപ്പോ തന്നെ എനിക്കുണ്ടായിരുന്ന കൺസേൺസ് ഭാഷയും ഞാനൊരു ഇരിങ്ങാലക്കുടക്കാരനാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ ഞാനിപ്പോ ഒരു തിരുവനന്തപുരം സ്ലാങ് പറയുമ്പോൾ അത് അത്രയും നന്നായാൽ മാത്രമേ എന്നെ അത് അംഗീകരിക്കുകയുള്ളൂ. കാര്യം ഞാൻ എന്തെങ്കിലും സാധാരണ സംസാരിക്കുന്ന സംസാര ഭാഷ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോ അത് ഉണ്ടായിരുന്നു. അപ്പൊ അതിന് തീർച്ചയായിട്ടും അതെനിക്ക് അന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കത് വോയിസ് റെക്കോർഡിംഗ് ആയിട്ട് കിട്ടുന്നത് അവിടുത്തെ മോഡുലേഷൻ വേറെ ആയിരിക്കും, അവിടുത്തെ ഓരോ വാക്കുകളുടെയും ഈ ഓരോ ഡയലക്ട് അനുസരിച്ച് വാക്കുകളുടെ നീളവും അതിന്റെ സ്ട്രെസ്സും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ഇരിപ്പുണ്ടാവും. തൃശ്ശൂർ പറയുന്ന പോലെ ആയിരിക്കില്ല, സെയിം വാക്ക് തന്നെ എഴുതുമ്പോൾ സെയിം വാക്കായിരിക്കും, പക്ഷെ തിരുവനന്തപുരത്ത് പറയുമ്പോൾ അതിന്റെ സൗണ്ടിങ് ചിലപ്പോൾ ഡിഫറെന്റ് ആയിരിക്കാം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ നമ്മുടെ തോട്ടക്കുട്ടന്റെ ഗാങ്ങിൽ ഉള്ള ഇപ്പൊ മറ്റേ സ്പാൻഡറുമായിട്ട് ചാടി ഇറങ്ങുന്ന ഫസ്റ്റ് ജീപ്പിന് ചാടി ഇറങ്ങുന്ന പുള്ളിയാണ് സോനു എന്ന് പറയുന്നത്. സോനും ഇവര് സുഹൃത്തുക്കളാണ്. അപ്പോ സോനും ഇവരും ഒരുമിച്ച് എനിക്ക് എല്ലാ ദിവസവും പിറ്റേ ദിവസത്തെ സീനുകളുടെ ഡയലോഗുകൾ റെക്കോർഡ് ചെയ്ത് അയച്ചു തരുമായിരുന്നു. അപ്പൊ നമുക്ക് അതിനകത്ത് ആ മോഡുലേഷനും ഇതുമെല്ലാം ഈ സൗണ്ടിങ്ങും ഒക്കെ നോക്കുന്നതിനൊപ്പം ഇമോഷനും കൂടെ നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ളൊരു ബാക്കിയുള്ള സിനിമകൾക്കാൾ കൂടുതൽ കുറച്ചും കൂടി പ്രിപ്പറേഷൻ ഇതിൽ വേണ്ടി വന്നിരുന്നു. പക്ഷെ ഇതൊരു തിയേറ്ററിലേക്ക് വന്ന് ആൾക്കാരെല്ലാവരും അത് ഇഷ്ടപ്പെടുന്നു, ആൾക്കാരെല്ലാവരും അതിനെ അംഗീകരിക്കുന്നു, അപ്രീഷിയേറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതാണ് നമ്മൾ ഈ സിനിമയിൽ അഭിനയിക്കുന്നതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുകയും കിട്ടുന്ന ഏറ്റവും കൂടുതൽ സന്തോഷവും കിട്ടുന്ന കാര്യം എന്ന് പറയുന്നത് ഇങ്ങനത്തെ അപ്രിസിയേഷനാണ്. നമ്മൾ എന്ത് ജോലിയാണെങ്കിലും അത് ചെയ്ത് കഴിയുമ്പോൾ അതിന് നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്ന് പറയുന്നത് പൈസയേക്കാളും അത് നമ്മൾ അത് നന്നായി ചെയ്തു എന്ന ആളുകൾ പറയുന്ന സമയത്ത് ഉണ്ടാകുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അത് ഈ സിനിമയിൽ കുറച്ചധികം കിട്ടിയിട്ടുണ്ട്. താങ്ക് യു. ഇങ്ങനൊരു ക്യാരക്ടർ എനിക്ക് തന്നതിനും ഇങ്ങനൊരു ക്യാരക്ടർ ആലോചിച്ചപ്പോൾ അതിൽ എന്നെ ആലോചിച്ചതിനും പിന്നെ ഇവരൊക്കെ തിരുവനന്തപുരത്തുള്ള ആൾക്കാരാണ്. അതായത് നമ്മുടെ അരുണാണെങ്കിലും ഈ പറഞ്ഞ പോലെ സോനു, അതുപോലെ അതിനകത്തുണ്ടായിരുന്ന ശരത്ത്, വടി, പിന്നെ നമ്മുടെ അസോസിയേറ്റ് ഡയറക്ടറായിട്ടുള്ള സോഹില്, പിന്നെ ഇതില് അസിസ്റ്റന്റ് ഡയറക്ടർ ഉണ്ടായിരുന്ന ആര്യനുണ്ട്. ആര്യനൊരു നമ്മളെ ആ ഒരു സ്റ്റേജിലെ മദ്രസ കഴിഞ്ഞിട്ട് സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഉള്ള അതിനകത്ത് കൂടുതലും അച്ചടി ഭാഷ പോലെയാണ് ഇയാൾ സംസാരിക്കുന്നത്. അതിനകത്ത് ഒറ്റ സാധനം എന്താ എന്തോ ആ മൊമെന്റിൽ അവന്റെ ഒരു സജഷൻ ആയിരുന്നു. അപ്പൊ ഇതുപോലെ എല്ലാവരും കൂടിയിട്ടൊരു വളരെ ഗ്രൂപ്പായിട്ട് നിന്ന് ഭയങ്കര ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഇപ്പൊ സിനിമയുടെ സക്സസ് ആയത് വലിയ സന്തോഷമാണ്. അതിനേക്കാളും സന്തോഷം എന്ന് വെച്ചാൽ ഓരോ ദിവസവും മെമ്മറബിൾ ആയിരുന്നു. കുറെ നല്ല ഓർമ്മകളും കുറെ തമാശകളും പുതിയ സൗഹൃദങ്ങളും പഴയ സൗഹൃദങ്ങളും ഒന്നും കൂടെ സ്ട്രോങ്ങർ ആയി. അങ്ങനെ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, വർക്കിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു ഈ സിനിമയില്. പിന്നെ ഇവിടെ ഇപ്പൊ മിസ് ചെയ്യുന്നത് ബേസിലിനെയും വിനീതേട്ടനും ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ബേസില് ഈ വിജയം ആഘോഷിക്കാനായിട്ട് അവൻ സോളോ ട്രിപ്പ് പോയേക്കാണ്. അങ്ങനെ അപ്പോ അവൻ ആഘോഷിക്കട്ടെ. വിനീതേട്ടൻ എവിടെയാണ്? വിനീതേട്ടൻ ചെന്നൈയിൽ. ഓക്കെ, വിനീതേട്ടൻ ചെന്നൈയിലാണ്. ആയിരിക്കും. അതുപോലെ ഷമീർക്കും ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു അവിടെ. ഞങ്ങള് ഈ സിനിമ റിലീസിന്റെ തലേദിവസമൊക്കെ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളും ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട്
കേട്ടില്ല. പിന്നെ ഇതിനകത്തുള്ള റിയെ ഞാനത് പലയിടത്തും പറഞ്ഞു, എനിക്ക് ചെറുപ്പം തൊട്ട് അറിയണതാണ്, എന്റെ ചെറുപ്പം തൊട്ട് അറിയണതാണ്. അപ്പോ അതുപോലെ ഷെറിൻ ഇതിനകത്ത് ജെറിൻ ഷിഹാബ്. അപ്പൊ ജെറിന്റെ ക്യാരക്ടർ എന്ന് വെച്ചാൽ ഞങ്ങള് ആ സമയത്താണ് പരിചയപ്പെടുന്നത്. പക്ഷെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് വർക്ക് ചെയ്യാനും പറ്റി. ക്യാരക്ടർ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു ജെറിന്റെയും വീട് എവിടെയാണ് ശരിക്കും? കൊല്ലമാണ്. പക്ഷെ ആ സ്ലാങ് ഒക്കെ അത് ഒട്ടും ഏച്ചിട്ടില്ലാതെ ആ സ്ലാങ് ഭയങ്കര വൃത്തിയായിട്ട് നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ നമുക്കത് ഭയങ്കര എന്താ പറയാ, കാണാനും ഭയങ്കര അടിപൊളിയാണ്, നമുക്കും ചെയ്യാനായിട്ട് ഭയങ്കര അടിപൊളിയാണ് അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകൾ ഓപ്പോസിറ്റ് ഉണ്ടാകുന്ന സമയത്ത്. പിന്നെ ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും, ഇപ്പൊ വിഷ്ണു ആണെങ്കിലും ഞാൻ, ഗപ്പി, തല്ലുമാല, അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇതിൽ ഒക്കെ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് അതിഭീകര, അതായത് സുഹൃത്താണെങ്കിൽ പോലും എനിക്ക് ഭയങ്കര ആരാധനയുള്ള പോലത്തെ അങ്ങനത്തെ ഒരു മ്യൂസീഷ്യനാണ് വിഷ്ണു. വിഷ്ണുവിന്റെ ഈ സാധനവും അമ്മപ്പുറപ്പും ഒക്കെ വൻ പൊളിയായിട്ട് വിഷ്ണു ചെയ്തിട്ടുമുണ്ട്. പിന്നെ ആരൊക്കെയാണ്? പിന്നെ ചമൻ ചാക്കോ. ചമൻ ഈ പറഞ്ഞ പോലെ അവൻ ഫോറൻസിക്കില് സ്പോട്ട് എഡിറ്റർ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് കളയിലാണ് അവൻ എഡിറ്ററായിട്ട് വരുന്നത്. അവിടെ മുതൽ ചമൻ പൊക്കൊണ്ടിരിക്കുന്ന ഒരു ട്രാക്ക് ഭയങ്കര കലക്കൻ ട്രാക്കാണ്. ഇനിയും കുറെ സക്സസ്ഫുൾ ഉണ്ടാവുന്നതാണ്. പിന്നെ സാമുവൽ സിനിമാറ്റോഗ്രാഫർ. സിനിമ കണ്ടിട്ടുള്ള എല്ലാവരും ഒരേപോലെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റാണ്. അടിപൊളിയായിട്ട് സാമുവലും ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഒരുപോലെ വൃത്തിയായിട്ട്, അത് ഇതിന്റെയൊക്കെ ആധാരം എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും കൂടെ എഴുതിയിട്ടുള്ള അതാണ്. തീർച്ചയായിട്ടും അതും എല്ലാം കൂടെ ഒരുമിച്ച് നന്നായിട്ട് വരുമ്പോഴാണ്. ഒരു ഷാനിക്കായിട്ട് ഞങ്ങൾ കുറെ നാളായിട്ട് പരിചയം ഉണ്ടെങ്കിൽ പോലും കുറച്ച് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തിട്ടുള്ളത് ഈ സിനിമയുടെ സമയത്താണ്. ഈ സിനിമയുടെ ഷൂട്ടിന്റെ സമയത്തും പിന്നെ പ്രൊമോഷൻ സമയത്തൊക്കെയാണ്. അപ്പോൾ ഷാനിക്കയും ഇനിയും നമുക്ക് കണ്ടുമുട്ടാം ആക്ടർ ലൈഫിൽ. അങ്ങനെ എല്ലാം കൊണ്ടും ഭയങ്കര സംതൃപ്തി നൽകിയിട്ടുള്ള ഒരു സിനിമയാണ്. ഈ സിനിമയെ ഇഷ്ടപ്പെട്ട് ഇത് സ്വീകരിച്ച എല്ലാവർക്കും പ്രത്യേക നന്ദി. ഇനിയും നല്ല സിനിമകളുമായിട്ട് വരാൻ ഞങ്ങൾക്ക് പറ്റട്ടെ എന്ന് ഞങ്ങളോട് തന്നെ ആശംസിക്കുന്നു. താങ്ക് യു ടോവിച്ചേട്ടൻ. ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ, നമ്മുടെ അതിരടിയുടെ പ്രീമിയർ ഷോയിൽ ഞാനും ഉണ്ടായിരുന്നു. എന്റെ തൊട്ട് ഫ്രണ്ടിലായിരുന്നു ബേസിലേറ്റനും റിയോ ഒക്കെ ഇരുന്നത്. ഏറ്റവും കൂടുതൽ ബേസിലേറ്റൻ കൈയടിച്ചത് ടോവിച്ചേട്ടന്റെ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ടുള്ള എൻട്രിക്കാണ്. എഴുന്നേറ്റ് നിന്നിട്ടാണ്. എനിക്ക് തോന്നുന്നത് ബേസിലേറ്റന്റെ ഇൻട്രോസിൽ, ബേസിലേറ്റന്റെ സീൻസിലൊന്നും പുള്ളി ഇത്രയ്ക്ക് കൈയടിച്ചിട്ടില്ല. ചേട്ടന്റെ ഇൻട്രോ വന്നപ്പോ പുള്ളി എഴുന്നേറ്റ് നിന്നായിരുന്നു കൈയടിച്ചത്. ആൻഡ് ഐ തിങ്ക് ദാറ്റ്സ് ദ പവർ ഓഫ് യുവർ ഫ്രണ്ട്ഷിപ്പ്. അത് അല്ല, ഇത് നമ്മളെ ഈ തമാശയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കും എന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾ കുറച്ച് നാളായിട്ട് അറിയാവുന്നതും നന്നായിട്ട് അറിയാവുന്നതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ അതിന്റേതായിട്ടുള്ളൊരു സ്നേഹവും ഇഷ്ടമൊക്കെ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അപ്പൊ നമ്മള് സ്നേഹമാണെങ്കിൽ അത് നമ്മള് ഒരിക്കലും അങ്ങനെ ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്തിട്ട് വരില്ല. എക്സ്പ്രസ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ പൊതുവേ നമ്മൾ മലയാളികളല്ലേ, നമ്മളെ വീട്ടിലൊക്കെ പോയിട്ട് അപ്പനമ്മേനൊന്നും കെട്ടിപ്പിടിച്ച് ഐ ലവ് യു അപ്പ എന്നൊന്നും പറയില്ലല്ലോ. നമുക്കത് ഉള്ളിലുണ്ടാവും, എന്ന് ഭയങ്കര സ്നേഹം ഉള്ളിലുണ്ടാവും. ആരോടാണെങ്കിലും നമുക്കങ്ങനെ ഭയങ്കരമായിട്ട് അത്രയ്ക്കും എക്സ്പ്രസ് ചെയ്യുന്ന ആൾക്കാരല്ല നമ്മൾ എന്നുള്ളതാണ്. ഞാനിപ്പോ എന്റെ ചേട്ടനായിട്ടാണെങ്കിലും ഞാൻ ഭയങ്കര ക്ലോസ് ആണ്. പക്ഷെ ഞങ്ങളൊന്നും ഒരിക്കലും അങ്ങനെ ഒരു ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ട് എന്താ പറയാ, ഒരു എന്നെ ഇങ്ങനെ എപ്പോഴെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നന്ദി എന്നൊന്നും പറയില്ലല്ലോ. അതല്ലാതെയുള്ള ജസ്റ്റേഴ്സിൽ നിന്ന് മനസ്സിലാക്കുക എന്നുള്ളതല്ലാതെ അങ്ങനെ നമ്മൾ വാക്കാൽ അങ്ങനെയുള്ള പറയുന്നത് വളരെ കുറവാണ്. അതേപോലൊരു എക്സ്പ്രഷനാണ്. ഞാനില്ലാത്തപ്പോ എനിക്ക് വേണ്ടി കൈയടിച്ചു, ഞാൻ ഉള്ളപ്പോ കൈയടിക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ. അങ്ങനെ തന്നെ പറയാനല്ല, പക്ഷെ ഞാൻ കണ്ട കാര്യമാണ്. അതേപോലെ തന്നെ ഈ ഒരു അപ്പൊ എന്തുകൊണ്ട് ആ സമയത്ത് കുട്ടി കൈയടിച്ചില്ല? ബാക്കിയുള്ളവരൊക്കെ കൈയടിച്ചോണ്ട് നിന്നപ്പോഴാണ് ബേസിലായിട്ട് കൈയടിക്കുന്നത് കണ്ടത്. ഓക്കെ, പക്ഷെ ആദ്യം തന്നെ ബേസിലായിട്ട് ഈ മൂവി കഴിഞ്ഞ് വിളിച്ചപ്പോ ഫസ്റ്റ് പറഞ്ഞ കാര്യം എന്താ? ഓർമ്മയില്ലാതെ പറയാൻ. അല്ല, ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട്, ബേസിലേറ്റൻ ഫസ്റ്റ് ഈ മൂവി കണ്ടു കഴിഞ്ഞിട്ട്, തിയേറ്റർ റെസ്പോൺസ് കണ്ടു കഴിഞ്ഞിട്ട് ടോവിച്ചേട്ടൻ എല്ലാരും കൂടെ വിളിച്ചല്ലേ ഫസ്റ്റ് പറഞ്ഞെന്താന്ന് പറഞ്ഞു? ഹലോ. ഓക്കെ, താങ്ക്സ്. അല്ല, എനിക്ക് ശരിക്കും എന്താണെന്ന് ഓർമ്മയില്ല. പക്ഷെ നമ്മൾ ഇതന്നെ സിനിമയുടെ സന്തോഷം പങ്കുവെച്ച് തന്നെയാണ്. അതെ, ഓക്കെ, താങ്ക് യു സോ മച്ച്. ആൻഡ് ഈ ഒരു സിനിമയില് ഈ അണിയറ പ്രവർത്തകരുടെ നിൽക്കുമ്പോ തന്നെ പറയണം, ഈ മൂവിയിലെ ഏറ്റവും ചർച്ചാ വിഷയമായ ഒരു കാര്യമായിരുന്നു ക്യാമിയോ. ഓക്കെ, ഈ ഒരു ക്യാമിയോന്റെ പേരില് വന്ന ചർച്ചകൾ അതിഭീകരമായിരുന്നു. ഈ ഒരു ക്യാമിയോന്റെ ഐഡിയ ആരായിരുന്നു കൊണ്ടുവന്നതെന്നൊന്ന് പറയോ? സ്ക്രിപ്റ്റിൽ ഐഡിയ ഉണ്ടായിരുന്നു. പലരെയും നമ്മൾ സമീപിച്ചു. സഞ്ജുവിന്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു, സഞ്ജു ദാസിന്റെ അടുത്ത്. പിന്നെ
അനന്തുവാണ് ആക്ച്വലി പേര് പറയുന്നത്. ഓക്കെ. ഡോക്ടർ അനന്തുവാണ്. കുറെ ഓപ്ഷൻസ് ഇങ്ങനെ അടുത്ത് അനന്ത് പറഞ്ഞ് വൈനോട്ട് എന്ന് പറഞ്ഞിട്ട് പുള്ളി പറയുന്നത്. അങ്ങനെ അത് പുള്ളി വന്നു അടിപൊളിയായിട്ട് ആ കാറിലുള്ള സീക്വൻസ് അല്ല, ഇവരെല്ലാവരും കൂടി ആ സീനങ്ങ് പൊലിപ്പിച്ച് ക്യാമിയോ കയ്യിൽ ഡയലോഗ് ഇട്ട് എല്ലാവരും കൂടി പൊലിപ്പിച്ച് അടിപൊളിയാക്കി. അടിപൊളിയാക്കി. ഞങ്ങൾ എപ്പോഴും തിയേറ്ററിൽ നിന്ന് തന്നെ പറയാം, ഇവർക്ക് ഇങ്ങനെ